നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ഫ്രൂട്ട് സാലഡാണ്. സാലഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഐസ്ക്രീം എല്ലാം ചേർത്തിട്ടുള്ള ഒരു സാലഡായിരിക്കും അല്ലേ. എന്നാൽ ഇത് അങ്ങനെയൊന്നുമല്ല കേട്ടോ. കുറച്ച് ഹെൽത്തി വേർഷനാണ് ഈ സാലഡ്. ഈ സാലഡിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പൈനാപ്പിളാണ്. നല്ല പഴുത്ത പൈനാപ്പിളാണ്. ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ പൈനാപ്പിൾ കേട്ടോ. അപ്പോൾ നല്ല സ്വീറ്റാണിത്. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പൈനാപ്പിൾ ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുക കേട്ടോ. ഏകദേശം ഈ ഒരു സൈസിൽ മതി. എടുത്ത് ഓരോ പീസുകളായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു സൈസിലെടുക്കാം. ഫോർക്കൊക്കെ യൂസ് ചെയ്തിട്ടോ സ്പൂൺ യൂസ് ചെയ്തിട്ടോ കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പീസുകൾ എടുക്കാം. അങ്ങനെ മുഴുവൻ പൈനാപ്പിളും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത പൈനാപ്പിളിനെ ഞാൻ ഒരു ട്രേയിലോട്ട് മാറ്റുകയാണ്. ഈ ട്രേയിലാണ് ഞാൻ സാലഡ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇവിടെ എടുത്തിട്ടുള്ള ഈ ട്രേ ഗ്ലാസ് ട്രേ ആണ് കേട്ടോ. ഇനി ബേക്ക് ചെയ്തിട്ടാണ് ഈ സാലഡ് ഉണ്ടാക്കുന്നത് എങ്കിലും നമുക്ക് ഈ ട്രേ മതിയാവും. ഇനി അതല്ല ബേക്കിംഗ് ട്രേ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ബേക്ക് ചെയ്യുന്ന ബേസിനോ ബേക്ക് ചെയ്യുന്ന പിന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഫ്രഷായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രേയിൽ ഞാൻ പൈനാപ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത ബനാനയാണ്. ഇത് നാട്ടുപൂവനാട്ടോ. നാട്ടുപൂവൻ നന്നായിട്ട് തന്നെ പഴുത്ത് വന്നിട്ടുണ്ട്. ഇതും തന്നെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ബനാനയുടെ നെടുകെ മുറിച്ചതിന് ശേഷം ചെറുതായിട്ട് സ്ലൈസ് ചെയ്യണം. ഇത് നല്ല വലുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നെടുകെ മുറിച്ചത്. ഇനി ചെറിയ ബനാനയാണെങ്കിൽ നമുക്ക് ചെറിയ പീസ് മതി കേട്ടോ. 2 ബനാനയും കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത ബനാനയാണിത്. ഇത് നമ്മുടെ പൈനാപ്പിളിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഏരിയയിൽ നിന്ന് മാത്രം എടുത്ത് കഴിച്ചാലും മതി. കഴിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നിലക്കടലയാണ്. അത് നിലക്കടല പറ്റുന്നവർക്ക് എടുക്കാം. ഇനി കുറച്ച് ആൽമണ്ട്സ്, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ് ഇത്ര എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യാം. ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് നട്ട്സ് പൗഡർ ഉപയോഗിച്ചാലും മതി. ചോപ്പ് ചെയ്യേ അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. ഏത് നട്ട്സ് വേണേലും ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള നട്ട്സാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ നിലക്കടല ഉണ്ടല്ലോ, നിലക്കടല വേണമെങ്കിലും ഞാൻ നേരത്തെ ഇത് സ്ലൈസ് ചെയ്ത് അതേപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഇത് ഒന്ന് റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ്, ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇനി നമ്മുടെ നട്ട്സ് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. കുറച്ച് ഡെലീഷ്യസ് ആണ് നമ്മുടെ ഈ സാലഡ്. സിമ്പിളാണ്, ഡിന്നറായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളൊരു മെയിൻ ഡിഷിന് ശേഷം നമ്മൾ സാലഡൊക്കെ സെർവ് ചെയ്യുക, ഫ്രൂട്ട്സ് സെർവ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നട്ട്സ് എല്ലാം ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഇനി ബട്ടറിൽ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ റൈസൻസൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ള കളർ എള്ളൂടെ ഞാൻ സ്പ്രെഡ് ചെയ്യണ്ടേ. ഇനി ബ്ലാക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഞാൻ കാസ്റ്റ് ചെയ്യേണ്ട ഒരു സ്കില്ലറ്റ് ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ബട്ടർ ചേർക്കുകയാണ്. ഇനി 2-3 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ യൂസ് ചെയ്യാം. നമ്മുടെ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. നമ്മുടെ ബട്ടർ ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ബട്ടർ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ബട്ടർ, അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, അങ്ങനെയൊക്കെ ചെയ്യാം. ഈ സാലഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചെറിയൊരു എരിവ് ഉണ്ടാവും, ചെറിയൊരു മധുരം ഉണ്ടാവും, പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു മധുരം ഉണ്ടാവും, നട്ട്സിൻ്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവും, പിന്നെ ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ള കുരുമുളകാണ്. വളരെ കുറച്ച് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറിന് തന്നെ ഒരു മാറ്റം വരും കേട്ടോ. കാരണം മറ്റേതൊക്കെ ഒരു ന്യൂഡ് കളറായിരുന്നല്ലോ, ഇപ്പോൾ ഒരു കോൺട്രാസ്റ്റ് വന്നു തുടങ്ങി. ഇനി ഫൈനൽ പാർട്ടാണ്, വേറൊന്നുമില്ല, ഹണിയാണ് കേട്ടോ. ഒരല്പം മധുരത്തിന് വേണ്ടിയിട്ട്, ചെറിയൊരു മധുരം. ഓൾറെഡി നമ്മുടെ പൈനാപ്പിളും ബനാനയൊക്കെ മധുരമുണ്ട്, എന്നാലും ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറിന് പകരമായിട്ട് നമുക്ക് ഹണി യൂസ് ചെയ്യാം. ഇനി ഇതിന് പകരമായിട്ട് നമ്മൾ ബട്ടർ ചേർത്ത സമയത്ത് ബ്രൗൺ ഷുഗർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒരു ബ്രൗൺ കളർ ഫീൽ ചെയ്യും. അത് നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മതി, ഞാനിവിടെ ചേർക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് നാരങ്ങ നീര്.
പൈനാപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ നാരങ്ങനീര് ചേർക്കാത്തത്. ഇപ്പം നാരങ്ങനീരും ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, സിമ്പിളാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.